ഈ വർഷത്തെ SSLC പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് എപ്പോഴൊക്കെയാണ് പരീക്ഷ നടക്കുക, ഓരോ സബ്ജക്റ്റും ഏത് ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർച്ച് മാസം അല്ല ശരിക്കും നമ്മുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുൻപ് തന്നെ, അതായത് ഫെബ്രുവരി മാസം 1-ാം തീയതി തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ഭാഗം തന്നെയാണ്. IT പ്രാക്ടിക്കൽ എക്സാം 1-2-2026 മുതൽ 14-2-2026 വരെ നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശരിക്കുള്ള ടൈം ടേബിൾ ഒന്ന് നോക്കാം. യെസ്, അപ്പോൾ 5-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. മാർച്ച് 5-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. രാവിലെ 9:30 മുതൽ 11:15 വരെ 1-ാം ഭാഷ പാർട്ട് 1, അതായത് മലയാളം, തമിഴ്, കന്നഡ, ഉറുദു, ഗുജറാത്തി, അതുപോലെയുള്ള നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതെന്നാണ് 5-ാം തീയതിയാണ്. 9:30 മുതൽ 11:15 വരെ. ഓക്കെ, രാവിലത്തെ സെഷനാണ്. ഓക്കെ, പിന്നെ അടുത്ത എക്സാം വരുന്നത് 9-ാം തീയതിയാണ്. അതായത് വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ വെള്ളി, ശനി, ഞായർ ഒന്നും പരീക്ഷയില്ല. തിങ്കളാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. സമയം 9:30 മുതൽ 12:15 വരെയാണ്. സബ്ജക്റ്റ് 2-ാം ഭാഷയായ ഇംഗ്ലീഷാണ്. ഓക്കെ, ഇംഗ്ലീഷാണ് 2-ാമത്തെ പരീക്ഷ. പിന്നെ നമുക്ക് 11-ാം തീയതിയാണ് വരുന്നത്, ബുധനാഴ്ച. ഓക്കെ, തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച സ്റ്റഡി ലീവ്. ബുധനാഴ്ച എക്സാം ഉണ്ട്. 9:30 മുതൽ 11:15 വരെയാണ്. 1-ാം ഭാഷ പാർട്ട് 2, അതായത് മലയാളം സെക്കൻഡ് അല്ലേ, തമിഴ്, കന്നഡ, സ്പെഷ്യൽ, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള മറ്റു സെക്കൻഡ് ലാംഗ്വേജുകളായിരിക്കും നമുക്ക് ബുധനാഴ്ച എക്സാം നടക്കുന്നുണ്ടാവുക. അടുത്തത് നോക്കാം നമുക്ക്. 13-ാം തീയതി, അതായത് 11-ാം തീയതി ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ച എക്സാം ഇല്ല. വെള്ളിയാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. രാവിലെ 9:30 മുതൽ 12:15 വരെ ഉണ്ട്. ഹിന്ദി ആയിരിക്കും അന്നത്തെ എക്സാം. ഓക്കെ, ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ്, അത് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും. ഹിന്ദി ആയിരിക്കും ബഹുഭൂരിപക്ഷം അല്ലേ. യെസ്, അപ്പോൾ ഹിന്ദി നമുക്ക് വരുന്നത് വെള്ളിയാഴ്ചയാണ്, 13-ാം തീയതി. ഓക്കെ, അടുത്തത് പിന്നെ 16-ാം തീയതി തിങ്കളാഴ്ചയാണ്. 14-ഉം 15-ഉം നമുക്ക് എക്സാം ഇല്ല. 16-ാം തീയതി 9:30 മുതൽ 12:15 വരെ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, മാത്സിന് നമുക്ക് സമയം എത്രയാണുള്ളത്? 13-ാം തീയതി രാത്രി പഠിക്കാം, 14-ാം തീയതി പഠിക്കാം, 15-ാം തീയതി പഠിക്കാം. ഓക്കെ, 16-ാം തീയതി പുലർച്ചെയും പഠിക്കാം. അത്രയും സമയം നമുക്ക് മാത്തമാറ്റിക്സിനുണ്ട്. പിന്നെ 16 കഴിഞ്ഞാൽ പിന്നെ 18-ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെ ഫിസിക്സ്, ഊർജ്ജതന്ത്രം. അത് കഴിഞ്ഞാൽ പിന്നെ 23-ാം തീയതി എക്സാം ഉള്ളൂ. ഓക്കെ, സോഷ്യൽ സയൻസ് അത്യാവശ്യം സമയമുണ്ട്. 18-ാം തീയതി രാത്രി പഠിക്കാൻ തുടങ്ങിയാൽ 19, 20, 21, 22, 23-ാം തീയതി പുലർച്ചെ വരെ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് 9:30 മുതൽ 12:15 വരെ. പിന്നെ 25-ാം തീയതി ബുധനാഴ്ചയാണ് അടുത്ത എക്സാം. ചൊവ്വാഴ്ച എക്സാം ഇല്ല. ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെ കെമിസ്ട്രിയാണ്, രസതന്ത്രമാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എക്സാം 30-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. അതായത് ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച എക്സാം ഉള്ളൂ. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെ ബയോളജി. ഓക്കെ, ലാസ്റ്റ് ബയോളജിയോട് കൂടി നമ്മുടെ പബ്ലിക് എക്സാം അങ്ങോട്ട് തീരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ. നമുക്ക് കാണുമ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെയാണ്. അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് ഓരോ പരീക്ഷയും നടക്കുന്നത്. സോഷ്യൽ സയൻസ് കൂടുതലുണ്ട് അല്ലേ. മാത്തമാറ്റിക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോഷ്യൽ സയൻസിനാണ് കൂടുതൽ ദിവസം ഉള്ളത്. 13, 16 അല്ലേ. മാത്സ് വരുന്നത് 16-ാം തീയതിയാണ്. 14, 15 2 ദിവസമാണുള്ളത് എങ്കിൽ പക്ഷേ സോഷ്യൽ സയൻസിന് 18-ാം തീയതി കഴിഞ്ഞാൽ 19, 20, 21, 22, 23 അല്ലേ. ഏകദേശം 4ഓളം ദിവസം, 5 ദിവസം തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ദിവസം നമുക്ക് സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള സമയമുണ്ട്. അത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടത് ഏത് സബ്ജക്റ്റിനാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ആവണമെന്നില്ല അല്ലേ. മാത്സ് വളരെ ഈസി ഉള്ളവർക്ക് ഈ ടൈം ടേബിൾ ഓക്കെ ആയിരിക്കാം. സോഷ്യൽ സയൻസ് ഭയങ്കര ടഫ് ഉള്ളവർക്കും ഇത് ഓക്കെ ആയിരിക്കാം. നേരെ തിരിച്ചാണെങ്കിലാണ് പ്രയാസം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും പഠിക്കാനായിരിക്കും കുറേ സമയം വേണ്ടി വരുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാനുള്ള സമയം ഈ ഒരു ടൈം ടേബിളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, ഇതൊരു മുന്നറിയിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ. അത്യാവശ്യം പഠിക്കാൻ നമുക്ക് സമയം തരുന്നതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പബ്ലിക് എക്സാം അല്പം ടഫാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നല്ല ടഫാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ തന്നിട്ടുണ്ട്.
അപ്പോൾ പരീക്ഷയുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടഫ്നെസ്സും അതിനനുസരിച്ച് ഉയർന്നതാകാനാണ് ചാൻസ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഓണപരീക്ഷയ്ക്ക് നമുക്ക് കിട്ടിയതാണ്. ഇനി ക്രിസ്മസ് എക്സാമും കൂടി വരണം. ഇതിൻ്റെ ഒരു പാറ്റേൺ അത് ശരിയാണോ എന്നറിയാൻ. ക്രിസ്മസ് എക്സാമും ഓണപരീക്ഷ പോലെ അത്യാവശ്യം നല്ല ടഫായിട്ടാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാല്ലേ മക്കളെ, പബ്ലിക് എക്സാം അതിലും കഠോരമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നേരത്തെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇത്രയും ഡേറ്റ് ഉണ്ടല്ലോ. സോഷ്യലിനൊക്കെ അത്യാവശ്യം ദിവസം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പയ്യെ പഠിക്കാം, പരീക്ഷയുടെ തലേന്ന് പഠിക്കാം. അതേപോലെ മാത്തമെറ്റിക്സിനും സമയമുണ്ട്, ഓരോ സബ്ജക്റ്റിനും സമയമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ടൈം ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതേപോലെ IT പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി 1 മുതൽ 14 2 കാലഘട്ടത്തിൽ ഒരു പരീക്ഷ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് പരീക്ഷ പഠിക്കാൻ അത്യാവശ്യം സമയമുണ്ടെന്ന് കരുതി ആരും ഉഴപ്പാൻ നിൽക്കണ്ട. പരീക്ഷ വളരെയധികം ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ പഠിച്ചു തുടങ്ങുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ ലക്ഷ്യ ബാച്ച് ഉള്ളത്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വെറും 2699 രൂപയ്ക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമായിരിക്കും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടൈമിലെ ഒരുപാട് ചാപ്റ്റേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലൈവ് ക്ലാസ്സുകളായിരിക്കും തുടർന്ന്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. പിന്നെ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ടാവും. പിന്നെ ലാംഗ്വേജസ് ഒക്കെ ഓൾറെഡി റെക്കോർഡഡ് ആയിരിക്കും. പിന്നെ വർക്ക്ഷീറ്റ്, ഓരോ ചാപ്റ്ററിൻ്റെയും വർക്ക്ഷീറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പുതിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ആയിരിക്കും. ഓക്കെ, ഒരു ചാപ്റ്ററിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഷീറ്റിൽ നിന്നും തരുന്നുണ്ടാവുക. പിന്നെ എല്ലാ ക്ലാസ്സിൻ്റെയും PDF നോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കളെല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് SSLC പബ്ലിക് എക്സാമിന് ഫുൾ A+ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അപ്പോൾ അതിനെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.